ഇടുക്കിയിലെ മലയോര പാതകളിൽ മണ്ണിടിച്ചിലാണ്. തേക്കടി മൂന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലുമാണ് വ്യാപകമായി മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ജെയിനസ് രാജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ജെയിൻ, ഇടുക്കിയിൽ മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഈ പ്രധാനപ്പെട്ട പാതകളിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി അത് ഗതാഗതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടോ? രതീഷ്, ഗതാഗതത്തെ ഭാഗികമായി ബാധിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വളരെ പെട്ടെന്ന് ഈ മണ്ണൊക്കെ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും വ്യാപകമായി, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട പാതയാണ് തേക്കടിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന പാത. ആ പാതയിൽ നെടുങ്കണ്ടം, കൽക്കൂന്തൽ, ചതുരംഗപ്പാറ, പാമ്പാടുംപാറ എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്തർ സംസ്ഥാന പാതയിൽ, അതായത് നെടുങ്കണ്ടത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന പാതയാണ്. ആ പാതയിൽ കല്ലാറ്, കൂട്ടാറ്, ബാലഗ്രാം എന്ന് പറയുന്ന സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിടിച്ചിലിനൊപ്പം പല സ്ഥലത്തും പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ബന്ധവും തകരാറിലായിട്ടുണ്ട്. മലയോര മേഖലയിലേക്ക് യാത്ര പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും മഴ ശക്തി പ്രാപിച്ചാൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലേക്ക് യാത്ര നടത്തുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ്. പ്രത്യേകിച്ച് കാറ്റുകൂടിയുള്ള പശ്ചാത്തലത്തിൽ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട വലിയ ഡാമുകൾ, അതിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2370 അടിയിലേക്ക് എത്തുകയാണ്. 80 അടിയാണ്, 2380 അടിയാണ് ഇപ്പോഴത്തെ റൂൾ ലെവൽ എന്ന് പറയുന്നത്. അതായത് 10 അടി കൂടി വെള്ളം സംഭരിക്കാൻ കഴിയും. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 130 അടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് ചെറു ഡാമുകളായിട്ടുള്ള കല്ലാറുകുട്ടി, അതോടൊപ്പം തന്നെ പൊന്മുടി, മലങ്കര ഉൾപ്പെടെയുള്ള ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷേ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ജില്ലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോൾ തൊടുപുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തൊടുപുഴയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും മഴ ശക്തമാണ് എന്നുള്ളതാണ് പറയുന്നത്. രാജാക്കാട്, അതോടൊപ്പം തന്നെ നെടുങ്കണ്ടം, ഇടുക്കി മേഖലകളിലൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിശക്തമായ മഴയായിരുന്നു. അതിശക്തമായ മഴ ഇടുക്കിയിൽ പരക്കെ തുടരുകയാണ്.